എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ബയോമെക് 20 സെക്കൻഡ് മോഡലാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് താണ്ടിയാക്കൽ കൺവെൻഷൻ സെന്റർ കുറുക്കഞ്ചേരിയിലാണ്. ഒരു കൊമേഴ്ഷ്യൽ മോഡൽ അല്ല ഇരുന്നിട്ട് പോലും നമ്മൾ ഈ മോഡൽ ചെയ്യുന്നത് അത് സ്റ്റാഫ്സിന്റെ ഫുഡ് വേസ്റ്റ് ലെഫ്റ്റ് ഓവേഴ്സ് ട്രീറ്റ് ചെയ്യാനാണ്. അവിടെ കൂടി സ്റ്റേ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വളരെ കുറവാണ്, 5 പേരേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു 8 മെമ്പേർഡ് ഫാമിലിക്ക് കൊടുക്കുന്ന ഈ മോഡലാണ് നമ്മൾ കൊടുക്കുന്നത്. 7 കിലോ വേസ്റ്റും 10 ലിറ്റർ വെള്ളം ഒഴിക്കാൻ നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ 7 പേരുടെ അല്ലെങ്കിൽ 5 പേരുടെ സ്റ്റാഫിൻ്റെ ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുക്കിംഗ് പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് മോഡൽ സജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ ഒരു ഫിക്സ്ഡ് മോഡലും വരാൻ പോകുന്നുണ്ട്. അത് മിക്കതും ഒരു 2 മന്ത്സിനുള്ളിൽ. അവരുടെ സ്ഥലപരിമിതി കുറച്ചുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അവർ വേറെ എന്തോ ഒരു സിസ്റ്റം ചെയ്തിട്ട് ആ പറമ്പിലാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കൗഡങ് ഫീഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ്. ഡൗട്ടുകൾ 2-3 കൂടി ക്ലിയർ ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുകൾ ഒരുപാട് പേര് ഇപ്പോൾ അപ്ഗ്രഡേഷൻ, അതായത് എക്സ്ചേഞ്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോമെക് 10 എടുത്തിട്ട് ബയോമെക് 20 അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്കിതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പോലെ ഒരു എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് റിമൂവലാണ്. അതായത് നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ പഴയ പ്ലാന്റിലെ വേസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കൊണ്ടുപോകാനാണ് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഓൺ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറെ വീട്ടിൽ തന്നെയാണ് അത് ഡിസ്പോസ് ചെയ്യുക. 90% കസ്റ്റമറെ വീട്ടിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഈ വേസ്റ്റ് തിരിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾ വിൽക്കുന്ന സമയത്ത് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ 1 കിലോ 2 കിലോ കുറഞ്ഞുകൊണ്ട് നമുക്ക് പ്ലാന്റ് വർക്ക് ചെയ്യാതെ വരുന്നില്ല. പ്ലാന്റിലെ മാക്സിമം വേസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്ലാന്റ് പർച്ചേസ് ചെയ്യരുത്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് ഒരിക്കലും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പല വീടുകളിൽ, ഇപ്പം ഞാൻ ഈ വീഡിയോസിലൊന്നും പറയാത്തൊരു കാര്യമാണ്, പല വീടുകളിലും നമ്മൾ പോയിട്ട് അവർ ഇത് ചെരിച്ചു വയ്ക്കാനും തിരിച്ചു വയ്ക്കാനൊക്കെ ശ്രമിച്ച് ആ പ്രഷർ കൊടുത്തതിന് ശേഷം ടാങ്ക് പൊട്ടിപ്പോയിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അതൊന്നും നമുക്കൊരു 6 മാസത്തിന് മേലെ നിൽക്കുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ ഒരിക്കലും ടാങ്ക് പൊന്തിക്കാനോ അല്ലെങ്കിൽ തിരിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രഷർ കൊടുക്കാനോ ശ്രമിക്കരുത്. പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിറഞ്ഞിരിക്കുന്ന സമയത്ത് മാറ്റിവെക്കാം എന്നുള്ള ഉദ്ദേശമല്ല. അതിൻ്റെ മീനിങ് വേറെയാണ്. അതായത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് മൂവ് ചെയ്യാം എന്നാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ടാങ്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, പലരും PVC പൈപ്പ് അല്ലെങ്കിൽ ഇരുമ്പോടി വെച്ചിട്ട് പ്ലാന്റിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. ടാങ്കിന് വാറണ്ടി കിട്ടില്ല. അതേപോലെ തന്നെ സ്റ്റൗവ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ 1 മാസമായാലും 2 മാസമായാലും അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞൊരു 15 ദിവസമായാൽ പോലും നമുക്ക് വാറണ്ടി ലഭിക്കില്ല. വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സമാഹരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും